ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മാഗി ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കൂട്ടോ. അപ്പോൾ മാഗി ബോൾസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 2 പാക്കറ്റ് മാഗിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ ഒരു പാക്കറ്റ് നമുക്കിതുപോലെ വേവിച്ചെടുക്കാം, സാധാരണ മാഗി ഉണ്ടാക്കുന്നത് പോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ അകത്ത് മാഗി മസാല ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇത് പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിലാട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ തിരിച്ചിടും. എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് നല്ലൊരു എന്താ പറയുക, നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കറക്റ്റായിരിക്കും. അല്ലാതെ നമ്മൾ ഈ ഒരു പീസ് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെന്ത് പോവും, കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റി വച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ എന്തായാലും കുറച്ച് കട്ട പോലെ ആവും, അതൊന്നും പ്രശ്നമില്ല. ഇനി കുറച്ച് വേവ് കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല ഈ മാഗി ബോൾ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഒരു ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല, കാരണം മാഗി മസാലയ്ക്ക് നല്ല ഉപ്പുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ തണുപ്പിച്ചെടുത്ത് ഇരിക്കുന്ന, അതായത് ചൂടൊക്കെ ആറിയിട്ടിരിക്കുന്ന ഈ മാഗി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കൊത്തി അരിഞ്ഞ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒരു 3 എണ്ണം വട്ടത്തിലരിഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഒരു ചെറിയ പീസ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർക്കുമ്പോൾ നല്ലൊരു കളറ് നമുക്ക് കിട്ടും, അതുകൊണ്ടിട്ട് എന്തായാലും ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ 2 മാഗിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ മാഗിയുടെ മസാല കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മാഗി കൂടി പൊട്ടിച്ച് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 പാക്കറ്റും ചിക്കൻ്റെ തന്നെ മസാല ഉള്ളതാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചിക്കൻ്റെ ഫ്ലേവറുള്ള മസാലയാണിത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും സെയിം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ മസാല പൗഡർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നാട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു മാഗി ആണെങ്കിലും മതി കേട്ടോ. ഈ ഒരു മസാല പൗഡർ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഞാൻ വേവിച്ചിട്ട് വച്ചിരുന്ന ആ ഒരു മസാല കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി നമുക്ക് എടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു ബോളിൻ്റെ കുറച്ച് ചെറുത്, ഒരു ലഡുവിൻ്റെയൊക്കെ വലിപ്പത്തിൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ എപ്പോഴും ഉള്ളിലേക്ക് കുറച്ച് നല്ല പോലെ പ്രസ് ചെയ്ത് റോളാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മാഗി നല്ലൊരു എന്താ പറയുക, സ്റ്റിക്കായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. ഇത് സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു മാഗി കൊണ്ട് ഇത്രയധികം ബോൾസ് നമുക്ക് കിട്ടും കേട്ടോ. ഒരു ഫാമിലിയിലേക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും അളവിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും ഈ റെസിപ്പി. പിന്നെ പ്രത്യേകിച്ച് മാഗി ലവേഴ്സിന്, അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾസിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഓൾ പർപ്പസ് ഫ്ലോർ. അപ്പോൾ അത് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു 4-5 ടേബിൾ സ്പൂൺ ഞാനൊരു ബൗളിലിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോവരുത്, കറക്റ്റ് അളവിന് നമുക്ക് കിട്ടണം. നല്ല പോലെ ക്ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി, വാട്ടറിനേക്കാളും കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഓരോ ബോൾ എടുത്തിട്ട് ഈ ഒരു മാഗി ക്രഷ് ചെയ്തിട്ടേക്കുന്നതിലേക്ക് മുക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാഗി ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി അങ്ങ് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ക്രഷ് ചെയ്തിട്ട് വെക്കാം.
എന്നിട്ട് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നു, ബോളിൽ ഇതുപോലെ വച്ച് കൊടുക്കുന്നു. അതിനുശേഷം ആ കൈ കൊണ്ട് നമ്മളിങ്ങനെ ആക്കി കൊടുക്കരുത്, അതായത് മാഗിയിൽ തൊടരുത്. ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ഈ നമ്മുടെ മാഗി ക്ലംസ് ആയിട്ട് പോവാതിരിക്കാനായിട്ട് നല്ലൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് പൊതിയുക. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിൽസോ അങ്ങനെ സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഓയിൽസ് എടുക്കാം. ഇനി അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ ചൂടായോന്നറിയാൻ വേണ്ടി ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ കറക്റ്റ് പാകമാണ്. അപ്പോൾ നമുക്ക് ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. ഒത്തിരി അങ്ങ് മുരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ബോൾസാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണേ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ചിക്കൻ കൂടി ആ മിക്സിൽ ആഡ് ചെയ്തിട്ട് ചിക്കൻ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഷ്ടമുള്ള മസാലകളൊക്കെ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് മാഗി മസാല മാത്രം ആഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ മാഗിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രഞ്ചി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care. Bye-bye.